ആട് 3യുടെ വിജയത്തോടെ മലയാളത്തിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് നടൻ ജയസൂര്യ. കുറേക്കാലമായി എടുത്തു പറയാൻ ഒരു ഹിറ്റില്ലായിരുന്ന സമയത്താണ് ജയസൂര്യ ആട് 3യുമായി എത്തുന്നത്. മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് ജയസൂര്യ. ദേശീയ പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച നടൻ. ഏത് തരത്തിലുള്ള റോളും ജയസൂര്യയുടെ കയ്യിൽ ഭദ്രമാണെന്ന് പ്രേക്ഷകർ പറയുന്നു. എന്നാൽ കഴിവിനനുസരിച്ചുള്ള അവസരമോ അംഗീകാരങ്ങളോ നടന് ലഭിക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ. നടൻ ഫഹദ് ഫാസിലിന്റെയും ജയസൂര്യയും താരതമ്യം ചെയ്ത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ച ശ്രദ്ധ നേടുകയാണ്. അഭിനയ മികവിന്റെ കാര്യത്തിൽ ഫഹദിനേക്കാൾ ഒരുപിടി മുന്നിലാണ് ജയസൂര്യ എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ, ഫഹദ് സ്വാഭാവിക അഭിനയത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലാണെന്ന് മറുഭാഗം പറയുന്നു. പ്രത്യേകിച്ച് ഒരു ഗ്യാങ്ങിന്റെയും ഭാഗമല്ല ജയസൂര്യ. അതുകൊണ്ടാണ് ഫഹദിന് ലഭിക്കുന്ന തരത്തിലുള്ള റോളുകൾ ലഭിക്കാത്തത്. പ്രത്യേക ഫോർമാറ്റിലുള്ള കഥാപാത്രങ്ങളെ ഫഹദിനെ ചെയ്ത് ഫലിപ്പിക്കാനാവൂ. ഫഹദിനെ ലഭിച്ചില്ലെങ്കിലും അവസരങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ജയസൂര്യ തകർത്തേനെ എന്ന് വാദമുണ്ട്. അതേസമയം ഫഹദിന്റെ കരിയറിലെ മോശം സമയമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മലയാളത്തിൽ പഴയതുപോലെ ഫഹദിനെ കാണുന്നില്ല. തമിഴിലും തെലുങ്കിലും കൂടുതൽ സിനിമകൾ ചെയ്തുകൊണ്ട് മലയാള സിനിമ ചെയ്യാനുള്ള സമയം നടൻ കുറഞ്ഞു. ഇതിനു പുറമെ മോളിവുഡ് റിയലിസ്റ്റിക് സിനിമകളിൽ നിന്ന് മുന്നോട്ട് പോയി ത്രില്ലറുകൾക്ക് ശ്രദ്ധ കൊടുത്തു. ഇതെല്ലാം മോളിവുഡിലെ പഴയതുപോലെ സജീവമാകാൻ ഫഹദിനെ കാണാത്തതിന് കാരണമായി പറയുന്നു. 2011, 2020 കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ മുഖമായിരുന്നു ഫഹദ് അറിയപ്പെട്ടിരുന്നത്. ചാപ്പാകുരിശ്, 25, 22 FK, അന്നയും റസൂലും, ആമയും, ആർട്ടിസ്റ്റ്, ഇയോബിന്റെ പുസ്തകം, മഹേഷിന്റെ പ്രതികാരം, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും, കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ സിനിമകളിലൂടെ ഫഹദ് വലിയ ജനപ്രീതി നേടി. എന്നാൽ ഇപ്പോൾ ഇതല്ല സാഹചര്യം. പാട്രിയറ്റാണ് ഫഹദിന്റെ അടുത്ത സിനിമ. മമ്മൂട്ടി, മോഹൻലാൽ, രേവതി, കുഞ്ചാക്കോ ബോബൻ, നയൻതാര തുടങ്ങിയ വലിയ താരനിര അണിനിരക്കുന്ന സിനിമയാണ് പാട്രിയറ്റ്. മഹേഷ് നാരായണനാണ് സംവിധാനം. മറുവശത്ത് കത്തനാറാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ജയസൂര്യയുടെ ചിത്രം. അടുത്ത സിനിമ. 3 വർഷത്തോളമായി കത്തനാർ എന്ന സിനിമയുടെ തിരക്കിലായിരുന്നു ജയസൂര്യ. ചിത്രീകരണം പൂർത്തിയാക്കിയ കത്തനാർ ഈ വർഷം പ്രേക്ഷകരിലേക്കെത്തും. അനുഷ്ക ഷെട്ടി ചിത്രത്തിലെ നായിക. അനുഷ്കയുടെ ആദ്യ മലയാള സിനിമയാണിത്.